ഹൈ ഓൾ ബിഗ് ബോസ് മലയാളം സീസൺ 7 ബിഗ് ബോസ് ഹൗസ് ഇപ്പോൾ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്നല്ലേ, മിഡ് വീക്ക് സസ്പെൻഷനിലേക്ക് പോകേണ്ട അനീഷ് ഇപ്പോൾ സേവ് ആയിരിക്കുകയാണ്. പകരം മറ്റൊരാളാണ് ഇപ്പോൾ ഡെഡ് സോണിലേക്ക് പോയിരിക്കുന്നത്. എല്ലാം വിശദമായിട്ട് പറയാം. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറഞ്ഞ ടാസ്ക്കാണ് നടന്നത്. ഒരു അടിപൊളി ടാസ്ക്, അതായത് നിലവിലുണ്ടായിരുന്ന സ്കോറിംഗ് പൊസിഷനൊക്കെ മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ടാസ്ക്. ഈ ടാസ്കിന്റെ പ്രത്യേകത, മിഡ് വീക്ക് സസ്പെൻഷനിൽ പെട്ടവർ മാത്രമേ ഇതിനകത്ത് കളിക്കാൻ പറ്റുള്ളൂ. അവരുടെ സഹായികളായിട്ട് ആർക്കും കളിക്കാൻ പറ്റില്ല. ടാസ്ക് നടന്നത് ഗാർഡൻ ഏരിയയിലാണ്. അവിടെ 6 ബോളുകൾ പെഡസ്റ്റലിൽ വെച്ചിട്ടുണ്ട്. മത്സരിക്കുന്നവരുടെ പേരിലുള്ള ഓരോ ബോളിലും അവരിതുവരെ കളിച്ചേടിയ പോയിന്റ്സിന്റെ അത്രയും സ്റ്റോൺസ് ഉണ്ട്. എല്ലാവരും പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് നിരന്ന് നിൽക്കുക. ആദ്യ ബസർ കേൾക്കുമ്പോൾ ഓടിപ്പോയി ഒരു ഗ്രീൻ ബട്ടൺ ഉണ്ട്, അതിൽ പ്രസ് ചെയ്യണം. ആദ്യം ഗ്രീൻ ബട്ടണിൽ പ്രസ് ചെയ്യുന്ന ആൾക്ക് മറ്റുള്ളവരെ സ്റ്റോൺ എടുക്കാനുള്ള അവസരം ഉണ്ടാവും. അങ്ങനെ തട്ടിയെടുത്ത് വെറും 7 സെക്കൻഡിനുള്ളിൽ തിരിച്ച് ഗ്രീൻ ബട്ടന്റെ അടുത്ത് വന്ന് നിൽക്കണം. തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ തിരിച്ചെത്താനായില്ലെങ്കിൽ നേരിട്ട് ഡെഡ് സോണിലേക്ക് പോകും. ഇത്തരത്തിലുള്ള 2 റൗണ്ടുകളാണ് ഉള്ളത്. കൂടാതെ ബോൾ മുഴുവനായിട്ട് എടുത്തുകൊണ്ട് പോകാനും പാടില്ല. ഇതൊക്കെയായിരുന്നു ടാസ്കിന്റെ നിബന്ധനകൾ. ബിഗ് ബോസ് ബിൽഡപ്പ് ഒക്കെ ഇട്ട് മത്സരം തുടങ്ങി. ഫസ്റ്റ് റൗണ്ടിന് എല്ലാവരും നിരന്നു നിന്നു, ബസർ അടിച്ചു, എല്ലാവരും ഓടി. അനീഷാണ് ആദ്യം എത്തി ഗ്രീൻ ബട്ടൺ പ്രസ് ചെയ്ത്. അടുത്തായിട്ട് 7 സെക്കൻഡിനുള്ളിൽ മറ്റുള്ളവരുടെ ബോളിൽ നിന്ന് മാക്സിമം കല്ലുകൾ എടുത്ത് തിരിച്ച് ബോളിൽ കൊണ്ടുപോയിട്ട് ഗ്രീൻ ബട്ടന്റെ അടുത്ത് വന്ന് നിൽക്കണം. ബസർ അടിച്ചതും അനീഷ് ഓടിച്ചെന്ന് ഒനീലിന്റെ ബോളിൽ നിന്ന് കല്ലുകൾ എടുത്ത് സ്വന്തം ബോളിൽ ഇട്ടു. അനീഷ് 9 സ്റ്റോൺസ് കളക്ട് ചെയ്തു. അങ്ങനെ അനീഷിന്റെ ടോട്ടൽ കൗണ്ട് നേരത്തെയുള്ള 6 സ്റ്റോണുകളും കൂടെ ചേർത്ത് 15 സ്റ്റോൺ ആയി. ഒനീലിന്റേത് 4 എണ്ണമായിട്ട് കുറയുകയും ചെയ്തു. അടുത്തതായിട്ട് സെക്കൻഡ് റൗണ്ട് സെയിം തന്നെ. ബസർ അടിച്ചു, അനീഷ് ആദ്യം ഓടിയെത്തി ബട്ടൺ പ്രസ് ചെയ്തു. ഇത്തവണയും ഒനീലിന്റെ സ്റ്റോൺ തന്നെയാണ് അനീഷ് എടുത്തത്. അങ്ങനെ വൻ ട്വിസ്റ്റോടുകൂടി 3 ഗെയിമിലെയും സ്കോർ നോക്കുമ്പോൾ പോയിന്റ് നിലയിൽ അനീഷ് ടോപ്പിലെത്തി. അനീഷ് സ്റ്റോൺസ് എടുത്തോടുകൂടി പോയിന്റ് നിലയിൽ ഒനിൽ ഏറ്റവും താഴേക്ക് പോകുന്നു. നേരത്തെ തന്നെ പോയിന്റ് കുറവായിരുന്ന ശാരികയെയും ഇപ്പോൾ ഏറ്റവും കുറവ് പോയിന്റിലേക്ക് എത്തിയ ഒനീലിനെയും ബിഗ് ബോസ് പ്രധാന വാതിലിലൂടെ ഡെഡ് സോണിലേക്ക് മാറ്റി. അവരിനി തിരിച്ചു വരുവോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും പറയാൻ സാധിക്കില്ല എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും അതിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ വീക്കെൻഡിൽ ലാലേട്ടം വന്നു കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ സാധിക്കൂ. നേരത്തെ പറഞ്ഞ പോലെ ബിഗ് ബോസ് ഹൗസ് പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഡെഡ് സോണിലേക്ക് പോകുമെന്ന് എല്ലാവരും കരുതിയിരുന്ന അനീഷ് കയറി ഒന്നാമതായതും പോയിന്റ് നിലയിൽ മുന്നിൽ നിന്നിരുന്ന ഒനിയിൽ ഡെഡ് സോണിലേക്ക് പോയതൊന്നും ആർക്കും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. ഈ സംഭവങ്ങളെല്ലാം വീട്ടുകാരെ മൊത്തത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. ചുരുക്കം പറഞ്ഞാൽ അനീഷ് സേവ് ആയത് ആർക്കും അത്ര വർക്കായിട്ടില്ല. പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല, അനീഷ് തന്നെയാണ് ആ റൗണ്ട് നന്നായിട്ട് കളിച്ചത്. അനീഷിന് കിട്ടിയ അവസരം അനീഷ് മാക്സിമം ഉപയോഗപ്പെടുത്തി. ഏതായാലും ഈ ലാസ്റ്റ് റൗണ്ട് സ്വയം കളിക്കണമായിരുന്നു. അത് അനീഷ് വളരെ നന്നായിട്ട് തന്നെ കളിച്ചിട്ടുണ്ട്. അങ്ങനെ 2-3 ദിവസം നീണ്ടു നിന്ന മിഡ് വീക്ക് സസ്പെൻഷൻ ടാസ്കുകൾ വിജയിച്ച് അനീഷ് സേവായി. ബാക്കിയുള്ള വിശേഷങ്ങളുമായി പിന്നീട് കാണാം. താങ്ക്